ഹലോ ഗേസ്, ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിങ്ങനെ ഇന്ന് ഞാനും എൻ്റെ പൊന്നോട്ടിയും കൂടെ കുളിച്ച് കുട്ടപ്പിയായിട്ട് അങ്ങനെ നമ്മളുടെ ചെസ് ടൂർണമെൻറ്റ് അക്കാദമിയിലോട്ട് പോവുകയാണ്. നമ്മളുടെ ഫ്ലാറ്റിലല്ല ഇന്ന് ക്ലാസ്. ഇത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്. അപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൽ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ കോഗ്നിസൻസ് അക്കാദമിയെക്കുറിച്ചിട്ടും അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ശുഭ രാകേഷ് മാമിനെ കുറിച്ചിട്ടും അറിയുന്നത്. അങ്ങനെ മാമിനെ ഡയറക്റ്റ് ഞാൻ വിളിച്ചു, സംസാരിച്ചു. മാമിനോടുള്ള സംസാരമാണ് ഇപ്പം നമ്മളിതാ ഈ അക്കാദമിയിലോട്ട് എത്തിക്കുന്നത് പോലും. ശരിക്കും ചെസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബുദ്ധിശക്തിയെ വളർത്തുന്നതും ചിന്താശേഷിയും തീരുമാനം എടുക്കാനുള്ള കഴിവിനെയും ക്ഷമയും ഒക്കെ വളർത്തുന്ന ഒരു ഗെയിം കൂടിയാണ് ചെസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ മുൻപേ തൊട്ടേ തന്നെ ചെസ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് തന്നെ. അതുകൊണ്ട് അവൾക്ക് നല്ല ഈസി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയെ കൂടെ പോയതാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അപ്പോഴത്തേക്ക് ഇതാ ചിരിച്ചു കൊണ്ട് നല്ല സുന്ദരിയായിട്ടുള്ള നമ്മളുടെ MLA ഉമാ തോമസ് മാം അതിലേക്ക് കടന്നു വന്ന്. പുള്ളിക്കാരിയുടെ റോഡ് ഷോ ആയിരുന്നു. അങ്ങനെ പുള്ളിക്കാരിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മളിതാ വീണ്ടും നമ്മളുടെ ട്രാഫിക് ജാമിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ നിരങ്ങി നീങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമയമായി. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടി ഉണ്ടായിരുന്നു. സാറ്റർഡേകളിൽ അവിടെ ടൂർണമെൻറ്റ് മാം വയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ടൂർണമെൻറ്റിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാം ഇതുപോലെ ചോക്ലേറ്റ്സ് കൊടുക്കാറുണ്ട്. അവർക്കൊരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിക്ക്. കാരണം അതൊരു കുഞ്ഞുങ്ങളുടെ ലോകമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് മാം വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ലോകമാണ്. ഇതാണ് മാമിൻ്റെ ക്യാബിൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ശുഭ മാം കേട്ടോ. മാം ശരിക്കും ഫോണിലൂടെയുള്ള സംസാരം തന്നെ മാമിനെ എനിക്ക് നമ്മൾ അവിടുത്തെ നമ്മൾ രണ്ടും അവിടുത്തെ സ്റ്റുഡൻസാണ് എന്നതിലുപരി നല്ലൊരു അടുത്തൊരു സുഹൃത്തിനെ പോലെയോ നമ്മളുടെ ഒരു സിസ്റ്ററിനെ പോലെയോ ഒരു മൂത്ത സഹോദരിയെ പോലെയൊക്കെ ആയിരുന്നു മാമിനോട് എനിക്ക് സംസാരിച്ചപ്പോൾ. മാത്രമല്ല ഞാൻ അത്യാവശ്യം ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ആയിരുന്നു. മാമിനോട് സംസാരിച്ച സംസാരമാണ് നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ ഞാനും അതിലൊരാളെ പോലെ തന്നെ ഗിഫ്റ്റൊക്കെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഞാനും കൂടെ കൂടി. ഇത് എൻ്റെ സ്ഥിരം സംഭവമാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ട് അവിടെ അവരിലൊരാളായിട്ട് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത് പണ്ട് കുഞ്ഞിലേ തൊട്ടേ ഉള്ള എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു ചെറുതിലേ തൊട്ടേ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള, കുഞ്ഞുമക്കളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വിജയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റുഡൻസ് ഇല്ല, മാമിൻ്റെ മക്കളാണ് അവരെല്ലാ പേരും. വർഷങ്ങൾക്ക് മുമ്പ് 2013-14 ആ കാലഘട്ടത്തിലൊക്കെ മാമിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ ചെസ്സ് പഠിപ്പിക്കാൻ പോയി. അങ്ങനെയാണ് മാം ഇതിലോട്ട് വന്നത് തന്നെ. അങ്ങനെയാണ് മാമിന് ഇൻട്രസ്റ്റ് ആയത്. ആളൊരു ബാങ്ക് ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. അതിനുശേഷം പിന്നെ SBTയിലായിരുന്നു പുള്ളിക്കാരി വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അബ്രോഡൊക്കെ പോയി ഫാമിലിയായിട്ടൊക്കെ സെറ്റിൽഡായിട്ട് വീണ്ടും തിരിച്ചു വന്ന് പുള്ളിക്കാരി ഇതിനെ ഒരു ഡെസ്റ്റിനി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ടൂർണമെൻറ്റ്സൊക്കെ നടത്താൻ തുടങ്ങി, ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 3 വർഷത്തോളം അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ 2ാമത്തെ ആർബിറ്റർ കൂടിയായിരുന്നു കേട്ടോ മാം ഓൺലൈനായിട്ടായിരുന്നു ഈ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2019 പുള്ളിക്കാരി ഈ ചെസ്സ് അതുപോലെ തന്നെ വേദിക് മാത്സ് ഇതായിരുന്നു പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം 2024 ജനുവരി 7 ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ ഒരു അക്കാദമി ആയിട്ട് തുടങ്ങിയതൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെസ്സിൻ്റെ അക്കാദമീസ് വളരെ കുറവായതുകൊണ്ടാണ് മാം അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാമിന് തോന്നിയത് വരെ. അപ്പം എല്ലാവർക്കും ഈ വേദിക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊരു 20ാം നൂറ്റാണ്ടിൽ ഭാരതികൃഷ്ണ തീർത്ഥ പ്രചരിപ്പിച്ചതാണ്. വേദങ്ങളിൽ നിന്നുള്ള ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ കണക്കുകൂട്ടൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെൻ്റൽ മാത്ത് അല്ലേ അതൊന്ന് വർദ്ധിപ്പിക്കാൻ, കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ തന്നെ ഇപ്പം ഈ മത്സര പരീക്ഷകളിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണിത്. ശരിക്കും നമുക്കിപ്പം ഈ എന്താ പറയുക, നമ്മളുടെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂടും. അതിലൂടെ തന്നെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളുടെ ബുദ്ധിശക്തി ആണെങ്കിലും ഒക്കെ ഒരുപാട് വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വേദിക് മാത്സിൻ്റെ ഗുണങ്ങൾ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുക, ഈ ചെസ്സ് ഒരു സാധാരണ ഗെയിമല്ല, അതുകൊണ്ട് എന്താണ് മിക്കുള്ളവർക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും കേട്ടോ. ശരിക്കും അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കോൺസെൻട്രേഷൻ ഫോക്കസൊക്കെ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ആവും. പിന്നെ നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ എൻഹാൻസ് ആവും. അങ്ങനെ പിന്നെ അത് മാത്രമല്ല നമ്മളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇമ്പ്രൂവ് ആവും. അപ്പോൾ എന്താണ് ഈ കോഗ്നിറ്റീവ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോഗ്നിസൻസ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ് എന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അറിയത്തില്ലായിരുന്നു അതിൻ്റെ മീനിങ് എന്താ. പിന്നെയാണ് ഞാനത് മനസ്സിലായി. അറിവ്, ബോധം, അങ്ങനെ. കാരണം നമുക്ക് കുറച്ചുകൂടി അറിവുണ്ടാവുകയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഒക്കെ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് സോൾവ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കാനുള്ള കഴിവും പിന്നെ മെമ്മറി പവറും അതുപോലെ ക്ഷമയും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും ഒക്കെ ഇത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നല്ല മഴയും നല്ല അന്തരീക്ഷവും നല്ല ആംബിയൻസും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കാണുന്ന പള്ളി. മൊത്തത്തിലെല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷ ഈ പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ. ഇത് നമ്മുടെ എടപ്പള്ളിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ടൂർണമെൻറ്റൊക്കെ കഴിഞ്ഞു വിജയിച്ച ആൾക്കാർക്ക് അതിൽ തന്നെ ഏതെങ്കിലും ഒരു പാരൻറ്റിനെ കൊണ്ടായിരിക്കും, അവരുടെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിൻ്റെ ഏതെങ്കിലും ഒരു പാരൻറ്റിനെ കൊണ്ടായിരിക്കും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് നമ്മളെല്ലാവരും കൂടി, ഞാനും മാമും ഇതുപോലെ വേറൊരു പാരൻറ്റും എല്ലാം കൂടി ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തതാണ് കേട്ടോ. പുള്ളിക്കാരി ആസാം സ്വദേശിയാണ്. അപ്പോൾ ഞാൻ അവരോട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൗസ് വൈഫാണ്, വേറെ ജോലിയൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം പുള്ളിക്കാരിയുടെ മകനും ഉണ്ട് ഇതിൽ കുട്ടികൾക്ക് സമ്മാനം കൊടുത്തിരുന്നു. അവർക്കിതൊക്കെ ഭയങ്കര, കുട്ടികൾ മാത്രമല്ല കേട്ടോ, നല്ല പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് ഇത് പഠിക്കാൻ വരുന്നില്ല. കുഞ്ഞു മക്കൾ തൊട്ട് എനിക്ക് തോന്നുന്നു 4 വയസ്സ് തൊട്ട് 40, 50, 60 വയസ്സുള്ളവർ വരെയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം, ഇഷ്ടമുള്ളവരാണ് വരുന്നത്. ഇതാണ് കേട്ടോ അവരുടെ ക്ലാസ് റൂമൊക്കെ. ഇത് 2024 ജനുവരി 7-നാണ് മാം ഇവിടെ ഈ അക്കാദമി ഇടുന്നതും ഇങ്ങനെ ഓഫ്ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അക്കാദമീസൊക്കെ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കളി ഇമ്പ്രൂവ് ആവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്ത ശേഷം ഗിഫ്റ്റ് കൊടുത്ത് അങ്ങനെ നമുക്ക് വെറുതെ വായി നോക്കിയിരുന്ന നമുക്കും കിട്ടി ഒരു ചോക്ലേറ്റ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കാണുന്ന പള്ളി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാരിയറ്റ് കാണാൻ പറ്റും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നല്ല പെരുമഴയുണ്ട്. നമ്മളിതങ്ങനെ മെല്ലെ എന്നാൽ നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഇപ്പോൾ പൊന്നൂൻ്റെ അതേ പ്രായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇപ്പോൾ ഓരോ ഇതുപോലെയുള്ള ക്ലാസ്സിനൊക്കെ പോകുമ്പോഴും അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സ്ഥിരം നമ്മളുടെ ഇടപ്പള്ളി പോയാൽ സ്ഥിരം പോകുന്ന നന്ദിലത്തിലോട്ടാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പുതിയ ഓരോ മോഡലൊക്കെ നോക്കും. കാരണം ഇതുപോലെ പണ്ട് പുതിയ ഫ്ലാറ്റിലത്തേക്ക് നോക്കി വെച്ചിരുന്നല്ല അങ്ങനെ ബിസ്മിന്ന് എടുത്ത ഒരു IFBയുടെ വാഷിംഗ് മെഷീൻ ആ സമയത്ത് ഹൈൻഡ് മോഡലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഞാൻ ഈ ഫ്ലാറ്റ് 2017-18 ഈ ഫ്ലാറ്റിൽ ഞാൻ അഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ യൂസ് ചെയ്യുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കറക്റ്റ് 4 വർഷം കൊണ്ട് അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞ സമയത്ത് തന്നെ മോട്ടർ അടിച്ചു പോയി. അത് നാട്ടിൽ വീട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിങ്ങോട്ട് കൊണ്ടുവന്ന് നന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട്. അങ്ങനെ ഇത്രയും നാളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നതിനോട് വലിയ അഭിപ്രായമില്ലാത്ത ഒരാളാണ്. കാരണം ഡ്രസ്സ് നശിച്ചു പോവും എന്നുള്ളതാണ്, തുണിയുടെ ക്വാളിറ്റി പോവും എന്നൊക്കെ ഉള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ അന്നും ഇന്നും നോക്കി വെച്ചൊരു സാധനമാണ് ഈ ബോഷിൻ്റെ ഈ വൈറ്റ്. കാരണം എൻ്റെ കിച്ചൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രാവശ്യവും നമ്മൾ വന്നു. ഏകദേശം ക്ലോസ് ചെയ്യുന്ന ടൈം ആയപ്പോഴാണ് നമ്മൾ വന്നത്. അങ്ങനെ പക്ഷെ നമ്മൾ അന്ന് നോക്കി വെച്ച മോഡലൊക്കെ പോയി. അതെല്ലാം ഇത് ഫ്രിഡ്ജിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു മോഡലാണ്, മാർബിൾ ഫിനിഷ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് LGയുടെ തന്നെ വേറൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് കാരണം 2 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30-10 മണിയായി. അത് കാരണം 9:30 ആയി. അത് കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. സാധാരണ എനിക്ക് തീരെ ഇല്ലാത്തൊരു സാധനമാണ് ഈ വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നൂനൊരു ഷവർമ കഴിക്കണമെന്ന് ആണ്ടിൽ സംക്രാന്തിക്ക് മാത്രമാണ് അവൾക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ നന്ദിലത്തുനിന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ ലുലുവിലോട്ട്. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ ഓർഡർ ചെയ്തു. ഉമ്മീസ് കിച്ചണിലാണ് കേട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള ഉമ്മീസ് കിച്ചണിലാണ് നമ്മൾ കയറിയത്. കാരണം ഇനിയിപ്പോൾ ലുലുവിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് മുകളിൽ പോയി കഴിക്കാനൊക്കെ സമയം ഒരുപാടാവും. അങ്ങനെ നല്ല ചായയായിരുന്നു. ചായയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇപ്രാവശ്യം വണ്ടി അവിടെ ഇട്ടിട്ടാണ് നമ്മൾ നന്ദിലത്തിൻ്റെ കാർ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നടന്ന് വരെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനും പിന്നെ അതെടുക്കാനും ഒക്കെ നല്ല തലവേദനയായിരിക്കും. നല്ല കുറേ ടൈം വെറുതെ വേസ്റ്റ് ആയിപ്പോവും. അത് കാരണം ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ ഷവർമ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ തന്നെ ഷവർമ വന്നു. അവളുടെ ബൂസ്റ്റ് ഹോർലിക്സോ തീർന്നിട്ടില്ല. ഇത് ജെറിൻ എന്ന് പറയുന്ന ഒരു പയ്യനാട്ടോ. ഈ പയ്യൻ എൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ ഫോളോവറാണ്. അപ്പോൾ ഞാൻ എഴുതുന്ന എഴുത്തുകളൊക്കെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കടപ്പേര് ഞാൻ മറന്നു പോയിട്ടോ, സോറി. ഞാൻ ഈ വെപ്രാളപ്പെട്ട് ഇറങ്ങി ബില്ലും കൊടുത്ത് പറഞ്ഞുകൊണ്ട് ഉമ്മീസ് കിച്ചൺ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന വഴിക്ക് സിൽവറിൻ്റെ ഒരു ചെറിയൊരു ബൊട്ടിക്ക് കണ്ടു. പക്ഷേ അയ്യോ ഭയങ്കര വിഷം.
ഞാൻ സാധാരണ അവർക്കൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കാറാണ്. കാരണം ഇവരൊരു മാഫിയാണ് ഈ ഭിക്ഷാടനത്തിന് ഇവിടെ ഇങ്ങനെ കൊണ്ടിരുത്തുന്നത് എന്നറിഞ്ഞ ശേഷം ഞാൻ പൈസ കൊടുക്കാറേ ഇല്ല. ഞാൻ അതിന് പകരം ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ നമുക്ക് അത്രയും ടൈം പോയി. പിന്നെ 10 ആകേണ്ട ആ സമയത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നേരെ നമുക്ക് എടുക്കേണ്ട ഒരു 3-4 സാധനം എടുക്കണം. പിന്നെ അതിനായിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ. ഓൾറെഡി ഇവിടെ നിന്ന് എടുത്തതിൻ്റെ ബാക്കി ഉള്ള കുറച്ച് സാധനങ്ങളാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം മഴ പെയ്താലോ എന്ന് വെച്ചിട്ട് കുട എടുത്തിട്ടുണ്ടായിരുന്നു. കുട ഇനിയിപ്പോൾ കൗണ്ടറിൽ കൊടുത്ത് ടോക്കൺ വാങ്ങിക്കണം. ഇനിയിപ്പോൾ ആകെ അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് ബില്ലും അടിച്ച് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലോട്ട് കുട കൊണ്ടുപോകും. പിന്നെ പൂങ്കാവനത്തിൽ നിന്ന് കിട്ടാൻ നല്ല പാടാണ്. അങ്ങനെ ഞാനും എൻ്റെ പോരാളിയും കൂടെ രണ്ടും രണ്ട് ദിശയിലോട്ട്